നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. രാഹുലിൽ നിന്നും മകൾ നേരിട്ടത് ക്രൂരപീഡനം. ആശുപത്രിയിൽ പോലും അവർ കൊണ്ടുപോയില്ല. പന്തീരങ്കാവിലെ യുവതിയുടെ പിതാവ്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ യുവതി നേരിട്ടത് ക്രൂരമർദ്ദനമെന്ന് കുടുംബം. കേസുമായി മുന്നോട്ടു പോകുമെന്നും യുവതിയുടെ കുടുംബം അറിയിച്ചു. കേസിലെ തുടർ നടപടികളിൽ പോലീസ് നിയമോപദേശം തേടും. രാഹുൽ പി ഗോപാലിൽ നിന്നും ക്രൂരമർദ്ദനം നേരിട്ടു എന്നായിരുന്നു യുവതിയുടെ പരാതി. മകളെ ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ പോലും രാഹുൽ തയ്യാറായില്ലെന്ന് പിതാവ് ആരോപിച്ചു. ആദ്യ കേസിലെ ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പാലക്കാട് നഗരസഭയിൽ ഓപ്പറേഷൻ കമല നടത്താനില്ല. നയം മാറ്റിവന്നാൽ കോൺഗ്രസ് സ്വീകരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ. നഗരസഭയിലെ അസംതൃപ്തരായ BJP കൌൺസിലർമാരെ കോൺഗ്രസിലെത്തിക്കുവാൻ ഓപ്പറേഷൻ കമല നടത്തില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. കൌൺസിലറുമായി തുറന്ന ചർച്ച നടന്നിട്ടില്ല. നയമാറ്റം വന്നാൽ എല്ലാവരെയും സ്വീകരിക്കും. പാലക്കാട്ടെ ആളുകളുടെ മനസ്സിൽ പ്രത്യയശാസ്ത്രം മാറി. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. അത് മാറ്റത്തിന്റെ സൂചനയാണെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനവുമായി പാലക്കാട് നഗരസഭാ അധ്യക്ഷയും ദേശീയ കൌൺസിൽ അംഗം N നടരാജനും രംഗത്തെത്തിയിരുന്നു. VK ശ്രീകണ്ഠൻ MPയും DCC പ്രസിഡന്റും BJP കൌൺസിലർമാരെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തു. എന്നാൽ കോൺഗ്രസിന് നിരാശപ്പെടേണ്ടി വരുമെന്ന് BJP നേതാവ് N നടരാജൻ തിരിച്ചടിച്ചു. ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം. BJPയിലെ അസംതൃപ്തർക്ക് കോൺഗ്രസിലേക്ക് സ്വാഗതം. രാഷ്ട്രീയമായി അനാഥമാവില്ലെന്ന് സന്ദീപ് വാര്യർ. BJPയിലെ അസംതൃപ്തരെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം സന്ദീപ് അറിയിച്ചത്. രാഷ്ട്രീയമായി അനാഥമാവില്ലെന്ന് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സന്ദീപ് പറയുന്നു. വിജയങ്ങളും അംഗീകാരങ്ങളും ആദരവുകളുമെല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. പേജ് സൊല്യൂഷൻസ് ട്രോഫികൾ, മൊമെന്റോകൾ, മെഡലുകൾ, ID കാർഡുകൾ, പ്രിന്റഡ് ടീഷർട്സ് എന്നിവയ്ക്കായി കഴിഞ്ഞ 20 വർഷത്തെ സേവന പാരമ്പര്യം. പേജ് സൊല്യൂഷൻസ്, നിയർ ഗവൺമെന്റ് UP സ്കൂൾ, അഴകം, അങ്കമാലി. തുല്യത ഉറപ്പാക്കും. സിനിമാ കോൺക്ലേവ് ഫെബ്രുവരിയിൽ. ഷാജി N കരുൺ. സിനിമാ കോൺക്ലേവ് ഫെബ്രുവരിയിൽ നിന്ന് സിനിമാ നയരൂപീകരണ സമിതി അധ്യക്ഷൻ ഷാജി N കരുൺ. 30 വർഷമെങ്കിലും നിലനിൽക്കുന്ന സിനിമാ നയം ഉടനുണ്ടാകുമെന്നും ഷാജി N കരുൺ പറഞ്ഞു. 2 മാസത്തിനുള്ളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകും. തുല്യത ഉറപ്പാക്കുന്നതും സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതുമായ നയമാകും നടപ്പാക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള BJPയിലെ ഭിന്നത രഹസ്യ പരിശോധനയ്ക്ക് കേന്ദ്ര നേതൃത്വം. കോൺഗ്രസുമായി ബന്ധപ്പെട്ടവരെ കണ്ടെത്തുവാൻ ഫോൺ പരിശോധനയെന്ന സൂചന. ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ ഉൾപ്പെടെ പരാജയത്തിന് പിന്നാലെ കൂടുതൽ വെളിപ്പെട്ട കേരള BJPയിലെ ഭിന്നതയിൽ ഇടപെട്ട പാർട്ടിയുടെ ദേശീയ നേതൃത്വം. ഭിന്നതയുമായി ബന്ധപ്പെട്ട കേന്ദ്ര നേതൃത്വം രഹസ്യമായ അന്വേഷണങ്ങൾ തുടങ്ങിയെന്നാണ് റിപ്പോർട്ട്. ഡൽഹി കേന്ദ്രീകരിച്ച നേതാക്കളുടെ ഫോൺ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചാണ് രഹസ്യ പരിശോധന എന്നാണ് വിവരം. ശബരിമലയിൽ ഇതുവരെ മല ചവിട്ടിയത് 8.5 ലക്ഷം തീർത്ഥാടകർ.
സംതൃപ്തിയോടെ ശബരിമല മണ്ഡലകാലം തുടരുന്നു. ശബരിമലയിൽ ഇതുവരെ എത്തിയ തീർത്ഥാടകരുടെ എണ്ണം 8.5 ലക്ഷം കടന്നു. ഇന്നലെ മാത്രം 75,458 തീർത്ഥാടകരാണ് മല ചവിട്ടിയത്. കഴിഞ്ഞ ദിവസം മല ചവിട്ടിയവരിൽ 12,471 തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് മുഖേന എത്തിയവരായിരുന്നു. ശബരിമലയിലെത്തുന്ന എല്ലാവർക്കും ദർശനം ഉറപ്പാക്കുമെന്ന് ദേവസ്വം വകുപ്പ് അറിയിച്ചിരുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട അതിതീവ്ര ന്യൂനമർദ്ദം ഇന്ന് ചുഴലിക്കാറ്റാകും. കേരളത്തിൽ 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട അതിതീവ്ര ന്യൂനമർദ്ദം ഇന്ന് ചുഴലിക്കാറ്റായി രൂപപ്പെടും. കേരളത്തിന് വലിയ ഭീഷണിയാകില്ലെങ്കിലും 3 ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇതുപ്രകാരം ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നവംബർ 27 ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സെറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. ഫിംഗൽ ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിൽ സ്കൂളുകൾക്ക് അവധി. ഫിംഗൽ ചുഴലിക്കാറ്റ് ഭീതിയിൽ തമിഴ്നാട്. ചെന്നൈ തീരത്ത് നിന്നും ഏകദേശം 670 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ആഴത്തിലുള്ള ന്യൂനമർദ്ദം തമിഴ്നാട്ടിലേക്ക് നീങ്ങി ഫിംഗൽ ചുഴലിക്കാറ്റായി മാറുവാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇന്ന് ചുഴലിക്കാറ്റായി മാറുവാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ശക്തമായതോ അതിശക്തവുമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇതേ തുടർന്ന് നാഗപട്ടണം, മയിലാടുതുറൈ, തിരുവാരൂർ എന്നിവിടങ്ങളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചു. ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ ഇരുപക്ഷവും അംഗീകരിച്ചു. കരാർ ലംഘിച്ചാൽ ഉടനടി തിരിച്ചടിക്കുമെന്ന് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ ഇരുപക്ഷവും അംഗീകരിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ബുധനാഴ്ച പുലർച്ചെ 4 മണി മുതൽ വെടിനിർത്തൽ കരാർ നിലവിൽ വരും. ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ലബനനിൽ നടക്കുന്ന ആക്രമണത്തിന് താൽക്കാലിക ആശ്വാസമാണ് വെടിനിർത്തൽ കരാറിലൂടെ ഉണ്ടായിരിക്കുന്നത്. 60 ദിവസത്തെ വെടിനിർത്തൽ കരാറാണ് ഇരുവിഭാഗവും അംഗീകരിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1-ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം.